പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്, ഈ ഡ്രസ്സുകളുടെയും ബാഗുകളുടെയും പിന്നെ ഇവിടുത്തെ സാധാരണ അവരുടെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. इधर का मार्केट कहाँ है भाई? मार्केट है सब मार्केट ये सब मार्केट नहीं है वो वेजिटेबल्स वो सामान वो तो अंदर है हाँ ओके ओके महंगा रास्ता है ना हाँ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റുകൾക്കുള്ള സാധനങ്ങൾക്കുള്ളതാണ് മെയിൻലി ആയിട്ടുള്ള സാധനങ്ങളുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് ചെറിയ ചെറിയ അവരുടെ ഹാർഡ്വെയർ ഷോപ്പ് പോലത്തെ സാധനങ്ങൾ, സ്റ്റേഷനറി കടകൾ, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് അങ്ങനെ പോകുമ്പോൾ. പിന്നെ മെയിൻ തന്നെ ഈ സ്ട്രീറ്റ്സൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ്. അങ്ങനെ വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെ അധികം ഇട്ടിട്ടൊന്നുമില്ല. അത് വലിയൊരു കാര്യമാണ്. എന്തായാലും അത് ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ വീണ്ടും നമ്മൾ ആ പൊക്കറയിലെ സ്ട്രീറ്റിലൂടെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മ്യൂസിയത്തേക്ക്, അതായത് എവറസ്റ്റ് മ്യൂസിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കുറേ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ട്രീറ്റൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാട്ടോ പൊതുവേ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ വളരെ നീറ്റായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വേസ്റ്റുകളും സാധനങ്ങളൊന്നും പുറത്തില്ല, ഒരു കടയുടെ മുന്നിലോ സൈഡിലോ എവിടെയും കൂട്ടിയിട്ടില്ല. പിന്നെ സിമ്പിളാണ്, ഭയങ്കര ലക്ഷറി ആയിട്ടുള്ളൊരു ഇതല്ലെങ്കിൽ കൂടി സിമ്പിൾ കൺസ്ട്രക്ഷൻ സാധനങ്ങളൊക്കെയാണ്, പക്ഷെ എല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടത് കേട്ടോ, ഒരു ടൂറിസ്റ്റുകളൊക്കെ അട്രാക്ട് ചെയ്യാനായി. സംഭവം സിമ്പിളാണെങ്കിലും നീറ്റാക്കി വെച്ച് കഴിയുമ്പോഴുള്ള ഒരു അട്രാക്ഷൻ. നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ ഈ റോഡ്. അതിൻ്റെ വേറൊരു ഭാഗത്ത് കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ശരിക്കൊരു സീസൺ എന്ന് പറഞ്ഞ് ഫോറിനേഴ്സൊക്കെ അധികം വരുന്ന സീസൺ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ സമയത്തൊക്കെയാണ്. ആ സമയത്ത് എന്താ വെച്ചാലേ കുറച്ചും കൂടെ തണുപ്പും പിന്നെ പല സ്ഥലത്തും ചിലപ്പോൾ മഞ്ഞൊക്കെ ഉണ്ടായിരിക്കും, അവിടെ ഐസൊക്കെ. ഇവിടെ കുറേ ട്രക്കുകളും പരിപാടികളൊക്കെ ഉണ്ട്, കുറേ ട്രക്കിംഗ് റൂട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് ഒരു മിനിമം ഒരു 3 ദിവസം മുതൽ 28 ദിവസം വരെ എടുക്കുന്ന പല ട്രക്കുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോറിനേഴ്സൊക്കെ ഒരുപാട് വന്ന് ചെയ്യുന്ന സംഭവമാണ് ഇവിടെ. അപ്പോൾ ഇതൊരു ഇവിടുത്തെ കസ്കി എന്ന് പറയുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയുടെ ആസ്ഥാനമാണ് ശരിക്കും പൊക്കാറ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സിറ്റിയാണെന്ന് അവർ പറയുന്നത് പൊക്കാറ. പിന്നെ പൊക്കാറ ഇവിടുത്തെ ഈ നേപ്പാളിൻ്റെ ഒരു ടൂറിസം ക്യാപിറ്റലാണെന്ന് പൊതുവേ പറയുന്നുണ്ട്. കാരണം ഇവിടെ ടൂറിസം നന്നായിട്ടുള്ള ഒരു ഏരിയയാണ്. അങ്ങനെ നമ്മൾ ആ ലക്ഷറി സ്ട്രീറ്റുകളൊക്കെ വിട്ടിട്ടേ ചെറിയ ആളുകൾ താമസിക്കുന്ന ഒരു വില്ലേജ് റൂട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഈ പൊക്കാറയുടെ ഒരു ഔട്ട്സ്കേർട്ട് അവിടേക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ആളുകൾ ഇരുന്നിട്ട് എന്തൊക്കെയോ പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇറക്കി തോരിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മ്യൂസിയത്തിലുള്ള വഴി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂരജുമായും ചോദിച്ചു പോകണം നമ്മള്. അതാ പറഞ്ഞത്, നേരെ വിട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകണം എന്നാണ്. ഇവിടെയൊക്കെ കണ്ട ഇവിടത്തൊക്കെ വീടുകൾ പറഞ്ഞാൽ കുറച്ചൊരു പാവപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളാണ്. അവിടെ ഒരു അപ്പൂപ്പൻ അവിടെ ഡ്രസ്സൊക്കെ അലക്കി തരുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ പോലും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നീറ്റ് തന്നെയാണ്. അത്യാവശ്യം വേസ്റ്റും സാധനങ്ങളൊന്നും എവിടെ ഇടാത്ത കാരണേ ആ സാധനത്തിൻ്റെ ഒരു ഭംഗിയും വൃത്തിയുണ്ട്. കണ്ട ഈ സ്ട്രീറ്റിലൊന്നും വേസ്റ്റ് ഇല്ല. പാത്രങ്ങളും ഈ ഡ്രസ്സും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും വേസ്റ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നല്ല വെയിലാട്ടോ, നല്ല ചൂടാണ്. സീത നമ്മള് പോയി സീതയുടെ എത്തുന്നില്ലല്ലോ.
सूरज भाई कंटिन्यू स्ट्रेट बट वी आर नॉट रीचिंग अभी तक नहीं पहुंचा ആണ്ടാ ഒരു സൈക്കിളൊക്കെ അവിടെ നിർത്തിയിരുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് കച്ചവടക്കാരൻ്റെ സൈക്കിള് ഇതൊക്കെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലം തന്നെ കേട്ടോ അതൊരു ഗല്ലി കൂടെ ചാടി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് ചാടുകയാണ് ഇവിടുന്ന് റൈറ്റോ ലെഫ്റ്റോ എടുക്കണം ഇവിടുന്ന് റൈറ്റോ ലെഫ്റ്റോ ലെഫ്റ്റാ ലെഫ്റ്റ് ഒരു വലിയ റോഡിലേക്ക് ചാടി നമ്മള് ഇന്റർനാഷണൽ മൗണ്ടൻ മ്യൂസിയം അപ്പൊ നമ്മളെ ഇന്റർനാഷണൽ മൗണ്ടൻ മ്യൂസിയം അതിന്റെ അടുത്ത് എത്തിയിട്ടാണ് ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ആളുകൾ കുറവാണ് ഇപ്പോൾ സീസൺ ഒരു ഏകദേശം ഓഫ് സീസൺ ആവുന്നേ ഉള്ളൂ അത് കാരണം ഇവിടെയൊക്കെ ആളുകൾ കുറവാണ് പിന്നെ ഈ വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇന്ത്യൻ സിറ്റിസന് സാർക്ക് സിറ്റിസന് 350 ഉണ്ട് നേപ്പാളിക്ക് 150 ഉള്ളൂ അങ്ങനെ നമ്മൾ നേപ്പാളിലെ പൊഖാറയിലുള്ള ഇന്റർനാഷണൽ മൗണ്ടൻ മ്യൂസിയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കുന്നിൻ്റെ അടിയിലാണ് ഈ മ്യൂസിയം ഇതിനുള്ളിൽ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള കാരണം പോകുന്ന വഴിയിലൊരു തണലുണ്ട് പൊരിഞ്ഞ ചൂടിൽ നിന്ന് ഒരു രക്ഷ കാരണം മൗണ്ടൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ് ഇത് ശരിക്കും എന്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയതാണ് ഈ ഒരു മ്യൂസിയം ആണോ നമുക്ക് സത്യത്തിലൊരു ഐഡിയ ഇല്ല എന്താണ് ഈ നമ്മൾ നോക്കിയിട്ടുമില്ല മൗണ്ടൻ മ്യൂസിയത്തിൻ്റെ എന്തിനെ കുറിച്ചുള്ള കാര്യം എന്നല്ലേ അപ്പോൾ ഓരോ മൗണ്ടൻസും കയറിയ ആൾക്കാരും അത് കീഴടക്കിയ ആൾക്കാരെ കുറിച്ചോ മൗണ്ടൻസിൻ്റെ ഹൈറ്റുകളെ കുറിച്ചോ അങ്ങനെയൊക്കെ ഉള്ളതാണോ അറിയില്ല എന്തായാലും നമ്മൾ കയറി നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് നോ വീഡിയോ ഓക്കെ പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഇൻ്റർനാഷണൽ മൗണ്ടൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ അലൗഡ് ആയിരുന്നില്ല അത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാനില്ല വേണമെച്ചാൽ ഫോട്ടോസ് എടുക്കാമായിരുന്നു പിന്നെ ഫോട്ടോസൊന്നും നമ്മൾ എടുത്തില്ല അപ്പോൾ അതിനുള്ളിൽ എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ 2-3 കാര്യങ്ങളാണ് ഒന്ന് ഈ നമ്മുടെ ഹിമാലയൻ മലനിരകളിലും പിന്നെ ആൽപ്സ് പർവ്വതനിരകളിലുള്ള ഓരോ ഗോത്രങ്ങൾ അതായത് നമ്മൾ ഈ നേപ്പാളി എന്ന് പറയുമ്പോൾ നേപ്പാളിൽ യഥാർത്ഥത്തിൽ ബാക്കി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കി സ്റ്റേറ്റിലും പലയിടത്തും കാണുന്ന പോലെ തന്നെ കുറേ ഗോത്ര വിഭാഗങ്ങളുണ്ട് എനിക്ക് തോന്നുന്നൊരു 10-20-ൽ കൂടുതൽ ഗോത്ര വിഭാഗങ്ങളുണ്ട് അപ്പം ഇവരുടെയൊക്കെ പലവരുടെയും അതിനനുസരിച്ച് മുഖത്തിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ഗോത്രവിഭാഗങ്ങളുടെ അവരുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അവരുടെ ലൈഫും ഒക്കെ കുറിച്ചിട്ട് അവിടെ ഡ്രസ്സുകൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ അതിൻ്റെയൊക്കെ ഒരു കളക്ഷനും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ഉള്ളൊരു സെക്ഷനും പിന്നെ അതുകൂടാതെ ഈ മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞ വലിയൊരു പരിപാടി ഉണ്ട് അതായത് ഈ എക്സ്പെഡിഷൻസ് ഉണ്ട് അതായത് ഈ ഹിമാലയത്തിൻ്റെ ഓരോ പീക്കുകൾ ആളുകൾ കീഴടക്കുന്ന പരിപാടികളും അവിടെ കുറച്ച് ചെറിയ ഈ അവിടെ പഠനങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ബാക്കിൽ ഒരുപാട് പേര് ഈ മല കയറുന്ന ഈ എവറസ്റ്റ് അതുപോലെ ഓരോ പീക്കുകൾ അപ്പോൾ ഏറ്റവും വലിയ പീക്ക് ആ എവറസ്റ്റ് കയറുന്നതും അങ്ങനെ അതിൻ്റേതായ അതിൽ കുറേ ആൾക്കാർ അവരുടെ ലൈഫ് പോകുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്
അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷനും ഡീറ്റെയിൽസും ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം കുറേ സാധനങ്ങളുണ്ട്. കുറേ സമയമെടുത്ത് നമ്മൾ കറങ്ങിത്തീരുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടൊന്നും നോക്കിയില്ലെങ്കിലും കുറേ സമയമെടുത്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ചിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ അതിൻ്റെ ക്യാമ്പസിലൂടെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഇനി നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കണം. അതിൻ്റെ ക്യാമ്പസിലൂടെയൊക്കെ നടക്കാൻ ഒരു കാമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിലൂടെയൊക്കെ ചുമ്മാ നടക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഉപേക്ഷിച്ച് പോയ പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഒരു പഴയ ബിൽഡിങ്ങുകൾ, ഇവിടുത്തെ തനതായ ഏതോ കൺസ്ട്രക്ഷൻ രീതിയിൽ ഉണ്ടാക്കി വെച്ച ഒരു പഴയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പഴയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയാണ് കണ്ടോ. ഇതിൻ്റെ നമ്മളെ പഴയ നാട്ടിലൊക്കെ തട്ടുന്നിലാൻ പോലെ അതിൻ്റെ പാത്രങ്ങളും പിന്നെ റാന്തലിൻ്റെ അവശിഷ്ടങ്ങളും അവരുടെ അടുപ്പിൻ്റെതും. ഇവിടെ ഒരു കോണിയുണ്ട് മുകളിലേക്കുണ്ട്. അപ്പോൾ അതിൽ കയറാനുള്ളൊരു കോണിയുണ്ടോ, മരത്തിൽ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയ ഒരു കോണിയും. അവിടെ വർഗ്ഗപുര എന്താണെന്നാവോ മുകളിൽ സാധനങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. റൂഫല്ലേ ഇത് പടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു കല്ല് കൊണ്ട് പടുത്തുണ്ടാക്കിയാണ്. ഇതിൻ്റെ റൂഫും കല്ലുകൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാധനങ്ങൾ. ഇനി ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം. നമ്മൾ മൗണ്ടൻ മ്യൂസിയത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു പോരാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു ഗല്ലി വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ ആളുകൾ താമസിക്കലും വർക്ക്ഷോപ്പും കടകളും ഒക്കെ ഉള്ളൊരു മിക്സറായിട്ടുള്ള കുറച്ച് ഔട്ട്സ്കേർട്ടാണ് ഇതിൻ്റെ. അയ്യോ, ഇതൊരു വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലാണല്ലോ അപ്പോൾ നമ്മൾ എത്തിയത്. രാസ്തേ ഇത് കൂടി അങ്ങനെ ഉള്ളിൽ കൂടി പോകാൻ ഒരു വഴി ഉണ്ടെന്നാണ് പറയണേ. ഗൂഗിൾ നോക്കിയിട്ടാണ് പോണേ. ഗൂഗിളമ്മായി ഏതോ ഷോർട്ട് കട്ട് കാണിച്ചാണ്. ഉണ്ടാവും എന്തായാലും. കേറി ഇന്നലെ വൈകുന്നേരം ഞാൻ ആ ഫോണിനോട് ചോദിച്ചാണ് ഐ ഡി കാർഡും പൈസ ഇപ്പം തരട്ടെ. അപ്പം പകുതി പറഞ്ഞു ഇപ്പോൾ വേണ്ടാന്ന്, മറ്റന്നാളെ രാവിലെ എടുക്കുള്ളൂ. നാളെ മറ്റന്നാൾ രാവിലെ 10 മണിക്ക് എടുക്കാൻ പറ്റുന്നു. ബ്ലോക്കായാ ബന്ദ് ചെയ്തർ. അങ്ങനെ നമ്മൾ പെട്ടു ഗൈസ്. നമ്മളെ ഗൂഗിൾ മാപ്പ് നോക്കിട്ടെ നമുക്ക് നോക്കാം. സൂരജ് ഭായി മുഖം നോക്കാം പെട്ടപ്പുള്ള. क्या करेगा उधर से दूसरा रास्ता है, वो राइट मारेगा तो. അവൻ എന്തായാലും ഇവിടെ വന്ന് നമ്മൾ തിരിച്ചു പോകണേ. ഇവിടെ ഉള്ളൊരു വഴിയുള്ള ഒരു ആൻറ്റി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. വഴി തെറ്റി വന്ന കുട്ടികൾ. കണ്ണൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ കാണാൻ വേണ്ടി വന്നാണേ. അപ്പോൾ നമ്മളങ്ങനെ ഈ ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നാണ്. ഇവിടുത്തെ കണ്ട കുട്ടികളവിടെ കോട്ടി കളിക്കുന്ന കണ്ട്. അയ്യോ, അപ്പോഴേക്കിന് പോയി. കോട്ടി കളിക്കുന്ന കുട്ടികളുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ അങ്ങനെ പോയി അപ്പുറത്തേക്ക് ചാട്ടുണ്ടാവും. ഇവിടെയൊക്കെ കുറച്ചൊരു ദരിദ്രമുഖമാണെങ്കിലും ഭയങ്കര വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്ന അങ്ങനെ ഒരവസ്ഥ ഒന്നും ഇല്ല കേട്ടോ. കുറച്ചൊരു സെറ്റപ്പുകളൊക്കെ കുറച്ചൊരു ദാരിദ്ര്യം ഉള്ളൊരു സെറ്റപ്പാണെങ്കിലും എന്ത് അല്ല അങ്ങനല്ല, ഇവിടുത്തെ മൊത്തത്തിലുള്ള സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അങ്ങനല്ല, ഞാൻ പറഞ്ഞ ഈ ഭാഗത്തുള്ള സെറ്റപ്പുകൾ നമ്മുടെ ഒരു സംസാര ശൈലിയാണുള്ളത്. ഈ ഭാഗത്തുള്ള മൊത്തത്തിലൊരു സെറ്റപ്പേ നമുക്കൊരു ദാരിദ്ര്യം സെറ്റപ്പ് പോലെ തോന്നില്ലേ. എന്നാലും അത്ര വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. റോഡൊന്നും അത്ര ഫിനിഷ്ഡ് ഒന്നും അല്ലാന്നേ ഉള്ളൂ.
അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി ഒരു ബസ് സ്റ്റാൻഡ് വഴി മെയിൻ റോഡിലേക്ക് എത്തി. അങ്ങനെ മച്ചന്മാരെ നമ്മള് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഒരു എന്താണ് പശ്ചിമാചൽ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അവിടെ. നല്ല വെയിലാട്ടോ. വെയിലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടില്ല ഞാൻ, നല്ല വെയിലായതുകൊണ്ട് തന്നെയാണ് പറയണേ. ഇവിടുത്തെ ഈ പട്ടാളക്കാരുടെ പോലീസുകാരുടെ യൂണിഫോം ഇങ്ങനെ കേട്ടോ. പോലീസുകാർ നീലയാണ്, ഇളനീല ഷർട്ടും കരിനീല പാൻറ്റും. ഇത് പട്ടാളക്കാർ ആംഡ് ഫോഴ്സിലുള്ളവരാണ്. ആ ക്യാമഫ്ലോഗ് ഒരു ആഷ് കളർ പോലത്തെ ഡ്രസ്സുള്ള ആൾക്കാർ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതേ ഇവിടെ തന്നെ പൊക്കറയുടെ അടുത്തുള്ള അവിടെ ഒരു മല നമുക്ക് കാണാം, ദൂരെ ഒരു മല. ആ മലയുടെ മുകളിൽ ഒരു പുംതിക്കോട്ട് എന്നാണ് അങ്ങോട്ട് പറയുന്നത്. അവിടെ ശിവന്റെ വലിയൊരു പ്രതിമ ഉണ്ട്. ഒരു പിലിഗ്രിം സ്ഥലം പോലെ തന്നെയാണ്. പക്ഷെ ഇതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവിടെ പോകും. അപ്പോൾ നമ്മളും ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരു ഡേവിഡ്സ് ഫോൾസും ഒരു വാട്ടർഫോൾ ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു കേവ് ടെമ്പിളും കൂടെ ഉണ്ട്. അത് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് ജസ്റ്റ് അവിടെ കയറാം. ഇപ്പോൾ നമ്മൾ നേരെ ആ മുന്നിലുള്ള മലയുടെ മുകളിലിരിക്കുന്ന ശിവനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ മുകളിലേക്ക് കുറച്ച് കയറി പോകുന്നുണ്ട്, വണ്ടി കൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇനി ആ മലയിലേക്കുള്ള ഒരു ചെറിയ വഴിയിലേക്ക് കയറി പിന്നെ അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ രാവിലെ മറ്റേ സൺറൈസ് കാണാൻ പോയ പോലുള്ള ഒരു മല കയറ്റം തന്നെ. നമ്മളാ പുംതിക്കോട്ടിലേക്കുള്ള ആ മല ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് പൊക്കറയുടെ സിറ്റിയൊക്കെ താഴെ ഇങ്ങനെ കാണാം കേട്ടോ. മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ബിൽഡിങ്സൊക്കെ അടിപൊളിയായിട്ട്. സീവീഡിൻ്റെ ശബ്ദം തന്നെയാണോ വീണ്ടും കേൾക്കണേ? ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. കാരണം വീടുകളാണ് ഇവിടെയൊക്കെ. ഈ കുന്നിൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട് ഇഷ്ടം പോലെ. ഓ, ഇവിടെയാണ് ഒരു അമ്പലം ഉള്ളത് അല്ലേ? അതിൻ്റെ മുകളിലാണ് പിന്നെ ആ പ്രതിഷ്ഠ ഉള്ളത്. ഇവിടെയാണ് സ്തൂപം ഉള്ളത്. ആ സ്റ്റെപ്പ് കയറി പോകണം 10 മിനിറ്റ്. നമ്മളിപ്പോൾ എന്താ നേരെ പുംതിക്കോട്ടിലേക്ക് പോകണം. ശിവാലയ് ഇനി ഒരു വൻ കയറ്റാണ്. സൂരജ് ഭായ് ഗിയർ ഫസ്റ്റൊക്കെ ഇട്ടിട്ട് വലിപ്പിക്കാം. അപ്പോൾ നമ്മളാ പുംതിക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇനി ഇവിടെ കുറച്ചും കൂടെ നടന്ന് കയറാണ്ട് കേട്ടോ. ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡാണുള്ളത്. നമ്മളിങ്ങനെ നടന്ന് കയറാം. ഇവിടെയൊക്കെ സൈഡിൽ ഓരോ ഈ കച്ചവട സ്ഥാപനങ്ങളുള്ള ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ.
അങ്ങനെ നമ്മളതിൻ്റെ മുകളിലെത്തി. ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻട്രൻസ് അവർ പുതുതായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ അമ്പലം പോലുള്ള സാധനങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തൊക്കെ അവർ പുതിയ പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറി വന്നാൽ ലേക്ക് കാണാം കേട്ടോ. താഴത്തുള്ള ആ ലേക്കിൻ്റെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പുറം ആ കാണുന്ന മലയിലാണ് രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി പോയത്. അങ്ങ് ദൂരെയുള്ള കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉള്ള അപ്പോൾ ആ മലയിലാണ് നമ്മൾ സൺറൈസ് കാണാൻ പോയത്. ഈ ലേക്ക് പരന്ന് കിടക്കുകയാണ്. ഇവിടെ നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ വ്യൂ നമുക്ക് വലിയ വ്യൂ. അതാണ് ശിവന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ നമ്മൾ കുറേ കയറിയിട്ട് ഏകദേശം അതിൻ്റെ മുകളിലെത്താറായിട്ടാണ്. മുകളിലെത്തി. आप लोग अपना अपना परिवार का नाम भी इस पवित्र ईश्वर में सदा के लिए स्थापित कर सकते हैं. जय नमस्कार. സംഭവം പക്ഷെ മേഘം നല്ലൊരു കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനോട് മാറ്റി നമ്മൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. അടുത്തത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒരു ദേവീസ് ഫോൾ എന്ന് പറയുന്ന ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട്. അതിൻ്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കാം. ഇവിടെ അത്യാവശ്യം ആളുകൾ തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരു വിഷ് പൂളൊക്കെ ഉണ്ട്. ആ പൂളിൽ ഇറങ്ങി എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവുമായിരിക്കും, അറിയില്ല. അവിടേക്ക് നമുക്ക് പോയേക്കാം. അതിന് മുന്നേ ഈ വാട്ടർഫോളിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ കുറേ താഴത്താണ് തോന്നുന്നത് കേട്ടോ. അത് അതിൻ്റെ വ്യൂ കിട്ടുന്നത് താഴത്തേക്ക് ഇറങ്ങി പോകണം. ഇവിടെ കാരണം ബാരിക്കേഡൊക്കെ കെട്ടി അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതാണ് വിഷ് പൂൾ എന്ന് പറഞ്ഞത്.
എന്താണോ നല്ല ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു പഴയ കാലത്തെ കൺസ്ട്രക്ഷനുള്ള. ഇവിടെ ഈ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് നമ്മൾ ആ ദേവി ഫോളിൽ അപ്പുറത്ത് കണ്ടിട്ടേ അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ, ഒരു കുഴിയിലേക്ക് പോകുന്നില്ല വെള്ളം. പക്ഷെ അത് ആ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്ത് ഗുപ്തേശ്വർ മഹാദേവ് കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത്. അത് റോഡിൻ്റെ തൊട്ടിപ്പുറത്താണ്. അവിടെ വരുന്നുണ്ട് ആ വെള്ളം, റോഡിൻ്റെ അടിയിലൂടെ ഒഴുകിയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് കൂടെ കണ്ടിട്ട് നമുക്ക് ഇനി തിരിച്ച് വൈൻഡപ്പ് ചെയ്യാം പരിപാടി ഇന്നത്തെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും വീഡിയോയും ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് വീഡിയോ എടുക്കൽ നിർത്തുകയാണ്, പോയി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പൊക്രയിലെ കറക്കമൊക്കെ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം നമുക്കിനി റൂമിൽ പോകണം, റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ ഫ്രഷായിട്ട് നമുക്ക് നമ്മൾ വൈകുന്നേരം നമ്മുടെ ആ ലേക്കിൻ്റെ അവിടേക്ക് തന്നെ ഇറങ്ങിയിട്ടേ അവിടെ നമുക്ക് ചുമ്മാ വെറുതെ കുറച്ച് സമയം ഇരിക്കാം. പിന്നെ നാളെ രാവിലെയാണ് നമ്മളിനി അടുത്ത പരിപാടികൾ. അപ്പോൾ നാളെ നമ്മൾ ബങ്കി ജമ്പിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബങ്കി ജമ്പിങ് ചെയ്യാനുള്ള ബുക്കിംഗ് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് പൊക്രയിലുള്ള അവരുടെ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് ചെയ്യണം. ആ പരിപാടി കൂടെയാണ് ചെയ്യുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ് ബങ്കി ജമ്പിങ്ങും ബാക്കി പരിപാടി, നമ്മൾ മുക്തിനാഥിൽ പോകുന്ന പരിപാടികളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഓൾ.